എന്നോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം പല ആൾക്കാർ, ഇപ്പം ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ പോലും ചില റോളിലൊക്കെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ടാഗ് ലൈൻ ആയിട്ട് തന്നെ അതിലറിയപ്പെട്ട അതേ റോളുകൾ സിമിലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം അങ്ങനെ പോവാണ്ടിരിക്കുക. ഇപ്പൊ ബാലുചേട്ടൻ പറഞ്ഞു ആദ്യം കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേനും പിന്നെ ആ ടാഗ് ലൈനിൽ പെട്ടുപോകുമെന്ന് പേടിച്ചിരുന്നു എന്ന്. അപ്പം ഒരു ആക്ടർക്ക് അങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ അങ്ങനെ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ? അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അത് ബ്രേക്ക് ചെയ്യാൻ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടണം. അത് ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ തലവരെയാണോ, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ എന്തൊക്കെ നമ്മളിപ്പോ പണിയെടുത്താലും നമ്മൾക്ക് നമ്മുടെ ഒരു ഡയറക്ടർ ഈ ഒരു ക്യാരക്ടർ അയാളുടെ മനസ്സിൽ തോന്നുന്ന ഈ ഒരു ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്താൽ ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നണമല്ലോ. അപ്പോ അങ്ങനെ തോന്നി കിട്ടണം. അപ്പോ ഓഫ് കോഴ്സ് അതിനു വേണ്ടി പണിയെടുക്കണം. ഈ പറഞ്ഞ നമ്മളുടെ ചിലപ്പോൾ ബോഡി ലാംഗ്വേജും രൂപവും സംസാരവും എല്ലാം മാറ്റേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി ഹോംവർക്കുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അത് എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ നമ്മൾ തോന്നി അയാളെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ട് ഒരു കോമൺ സെൻസും പരിപാടിയൊക്കെ നമുക്ക് വേണം. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗ്യവും ലക്കും ആ ഒരു തലവരെയും കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ പറ്റുള്ളൂ.